എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് സ്കിപ്പ് എക്സെപ്ഷൻ യൂസ് ചെയ്ത് ടെസ്റ്റ്ജിയിലെ ടെസ്റ്റ് കേസ് സ്കിപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാൻ എക്ലിപ്സ് ഐഡി ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. SRC ടെസ്റ്റ് ജാവ എന്ന സോഴ്സ് കോഡിനുള്ളിൽ home.testng കൺസെപ്റ്റ് എന്ന പാക്കേജിനകത്ത് TestNG സ്കിപ്പ് എക്സെപ്ഷൻ ഡെമോ എന്ന് പറഞ്ഞ ജാവ ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ജാവ ക്ലാസ്സിനകത്ത് 3 TestNG ടെസ്റ്റ് മെത്തേഡ് ഉണ്ട്. ലോഗിൻ ടെസ്റ്റ്, ഫോർഗോട്ട് പാസ്വേഡ് ടെസ്റ്റ്, അതുപോലെ ലോഗോ ടെസ്റ്റ്. ഈ 3 ടെസ്റ്റ് മെത്തേഡിനകത്ത് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഉള്ളത്. കറസ്പോണ്ടിങ് ടെസ്റ്റ് മെത്തേഡ് നെയിം കൺസോളിൽ പ്രിന്റ് ചെയ്യിക്കുന്ന ഒരു കോഡ് മാത്രമാണ് 3 ടെസ്റ്റ് മെത്തേഡിലും ഉള്ളത്. നമ്മൾ ഓൾറെഡി ടെസ്റ്റ്ജിയിൽ ഒരു ടെസ്റ്റ് കേസ് ഡിസേബിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ പ്ലേലിസ്റ്റിൽ അതിനെക്കുറിച്ചൊരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് കൂടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. ഡിസേബിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എനേബിൾ എന്നൊരു ആട്രിബ്യൂട്ട് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി ഈ ആട്രിബ്യൂട്ട് മെൻഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഡീഫോൾട്ട് വാല്യൂ ട്രൂ ആണ്. എനേബിൾഡ് ഈക്വൽ ടു ഞാൻ ഫോൾസ് എന്നാക്കുവാണ്. ഞാൻ ഈ എനേബിളിലെ ഹോവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഡീഫോൾട്ട് വാല്യൂ ട്രൂ ആണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇത് ഫോൾസ് ആക്കി കഴിയുമ്പോൾ ഈ ജാവ ക്ലാസ് റൺ ചെയ്യുമ്പോൾ ലോഗിൻ ടെസ്റ്റ് എന്ന ടെസ്റ്റ് മെത്തേഡ് എക്സിക്യൂട്ട് ആകില്ല. അത് നമുക്ക് വെരിഫൈ ചെയ്യാം. നിങ്ങൾക്ക് കാണാം ഇവിടെ സ്യൂട്ടിന്റെ സമ്മറിക്കകത്ത് നോക്കിയാൽ ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് ടെസ്റ്റ്, ലോഗോ ടെസ്റ്റ്, ഈ 2 ടെസ്റ്റ് മെത്തേഡ് മാത്രമാണ് എക്സിക്യൂട്ട് ആയത്. ലോഗിൻ ടെസ്റ്റ് എക്സിക്യൂട്ട് ആയില്ല, കാരണം എനേബിൾഡ് എന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂ നമ്മൾ ഫോൾസ് കൊടുത്തു. അപ്പോൾ നമ്മൾ കൺസോളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ സ്കിപ്സ് എന്ന സെക്ഷനകത്ത് കൗണ്ട് 0 ആണ്. അതായത് ഇവിടെ ടെസ്റ്റ് കേസുകളൊന്നും സ്കിപ്പ് ചെയ്യപ്പെടുകയല്ല ചെയ്തത്, മറിച്ച് ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് കേസ് മാത്രം നമ്മൾ ഡിസേബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ടെസ്റ്റ് കേസ് സ്കിപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ ഫോർഗോട്ട് പാസ്വേഡ് ടെസ്റ്റ് ആണ് സ്കിപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷനാലിറ്റി യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ റിയൽ ടൈമിൽ ടെസ്റ്റ് കോഡൊക്കെ എഴുതുമ്പോൾ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനാലിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ആയിട്ടില്ല. പക്ഷെ നമുക്ക് ആ ടെസ്റ്റ് കേസ് നമ്മൾ കോഡിനകത്ത് ആഡ് ചെയ്യും. പക്ഷെ അതിന്റെ എക്സിക്യൂഷൻ സമയത്ത് നമ്മൾ ഡിസേബിൾ ചെയ്യുന്നതിന് പകരം ആ മെത്തേഡിന്റെ നെയിമും കൂടെ നമ്മൾ കൺസോളിൽ പ്രിന്റ് ചെയ്യിക്കും. പക്ഷെ അതിൻ്റെ അകത്തെ ഇംപ്ലിമെന്റേഷൻ കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തിട്ട് കാണുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ, അതായത് ഒരു ഫംഗ്ഷനാലിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പറിന്റെ സൈഡിൽ നിന്ന് ഫുള്ളായിട്ട് ഡെവലപ്പ് ആയില്ല, പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ടെസ്റ്റ് കേസ് ആഡ് ചെയ്യണം. അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഈ ഒരു സ്കിപ്പ് എക്സെപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി ഞാൻ ഇവിടെ ത്രോ എന്നുള്ള ഒരു കീവേഡ് യൂസ് ചെയ്യുന്നു. അതിനുശേഷം ന്യൂ, അതിനുശേഷം സ്കിപ്പ്, എക്സെപ്ഷൻ എന്നുള്ളത് അതേടെ കോൾ ചെയ്യുക. ഇവിടെ നമുക്കൊരു സ്കിപ്പിന് വേണ്ടിയുള്ള ഒരു മെസ്സേജ് പാസ് ചെയ്യാം. ഞാൻ സ്കിപ്പിംഗ് ഫോർഗോട്ട് പാസ്വേഡ് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് കൊടുക്കുവാണ്. അതുപോലെ ഇത് എനേബിൾഡ് ഫോൾസ് എന്നുള്ളത് ഞാൻ ട്രൂ ആക്കുന്നു. ഇവിടെ ഞാൻ സെമിക്കോളൻ ആഡ് ചെയ്യുവാണ്. ഇനി ഞാൻ ഈ ജാവ ക്ലാസ് റൺ ചെയ്യുവാണ്. ഈ ജാവ ക്ലാസ് റൺ ചെയ്യുമ്പോൾ ലോഗിൻ ടെസ്റ്റ് റൺ ആവും, ഫോർഗോട്ട് പാസ്വേഡ് ടെസ്റ്റ് റൺ ആവും, അതുപോലെ ലോഗോ ടെസ്റ്റ് റൺ ആവും. അവിടെയുള്ള വ്യത്യാസം എന്താണെന്നുള്ള കൺസോൾ നോക്കുന്നതാണ്. ഈ സ്കിപ്പ് എന്നുള്ള സെക്ഷൻ മുമ്പ് റൺ ചെയ്യുമ്പോൾ സ്കിപ്പ് എന്നുള്ള സെക്ഷനകത്ത് ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇനി റൺ ചെയ്യുമ്പോൾ സ്കിപ്പ് എന്ന സെക്ഷനിൽ കൗണ്ട് 1 ആയിട്ട് കാണിക്കും. അത് നമ്മളിവിടെ ഈ സ്കിപ്പ് എക്സെപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമ്മളിവിടെ സ്കിപ്പ് എക്സെപ്ഷൻ യൂസ് ചെയ്യും. ഇവിടെ ഒരു ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് വരും. ടെസ്റ്റ്ജിയിലെ സ്കിപ്പ് എക്സെപ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ഈ ജാവ ക്ലാസ് റൺ ചെയ്യുവാണ്. റൺ എന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാം ഇവിടെ റൺ ചെയ്തപ്പോൾ എൻ്റെ ടോട്ടൽ സമ്മറി ഇതിൻ്റെ അകത്ത് യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന ഫോർഗോട്ട് പാസ്വേഡ് ടെസ്റ്റ് ആണ്. അത് സ്കിപ്പ് ആയതുകൊണ്ടാണ് യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത്. ബാക്കി 2 ഗ്രീൻ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല ഇവിടെ കൺസോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സമ്മറിക്കകത്ത് ഇവിടെ പാസസ് 2, ടോട്ടൽ ടെസ്റ്റ് റൺ 3, ഫെയിലിയർ 0, സ്കിപ്സ് എന്നുള്ള ആ സെക്ഷനകത്ത് കൗണ്ട് 1 ആയിട്ട് കാണിച്ചു. ഇനി നമുക്ക് കണ്ടീഷണൽ സ്കിപ്പ് യൂസ് ചെയ്യാം. അപ്പം ഇവിടെ നമ്മൾ സ്കിപ്പ് യൂസ് ചെയ്ത് നമ്മൾ ഫോർഗോട്ട് പാസ്വേഡ് ടെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു കേസിലാണ് എന്ന് വിചാരിക്കുക. ഇനി
ഒരു കണ്ടീഷണൽ സ്കിപ്പ് ആയിട്ട് നമുക്ക് സ്കിപ്പ് എക്സെപ്ഷൻ യൂസ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി ഞാൻ ഒരു ബൂളിയൻ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ബൂളിയൻ ഈസ് ലോഗൌട്ട് അവൈലബിൾ. അപ്പം ഞാൻ ഇതിൻ്റെ വാല്യൂ ഫോൾസ് ആയിട്ട് കൊടുക്കുവാണ്. ഇനി ഈ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇതിനുള്ളിലേക്ക് കൊടുക്കുവാണ്. ഇവിടുന്ന് കട്ട് ചെയ്ത് ഇവിടെ കൊടുക്കുവാണ്. ഇത് ഞാൻ റിമൂവ് ചെയ്യുന്നു. ഇനി ഒരു ഈഫ് കണ്ടീഷൻ ഞാൻ എഴുതാൻ പോവാണ്. ഈഫ് നെഗേഷൻ ഞാൻ യൂസ് ചെയ്യുകയാണ്. അതിനുവേണ്ടി എക്സ്ക്ലമേഷൻ സിമ്പിൾ യൂസ് ചെയ്തു. അതിനുശേഷം ഈസ് ലോഗൌട്ട് അവൈലബിൾ എന്ന വേരിയബിൾ യൂസ് ചെയ്തു. അപ്പം നെഗറ്റീവ് ഓഫ് ഫോൾസ് ആണ്. അപ്പോൾ ട്രൂ ആണ് ഇതിൻ്റെ അകത്തെ വാല്യൂ. ഇത് ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ ത്രോ ന്യൂ സ്കിപ്പ് എക്സെപ്ഷൻ എന്നുള്ള ഞാൻ യൂസ് ചെയ്യും. ഇവിടെ ഞാൻ സ്കിപ്പിംഗ് ലോഗൌട്ട് ടെസ്റ്റിന് കൊടുക്കും. ഏറ്റവും അവസാനം ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൂടെ ഞാൻ കൊടുക്കുവാണ്. ഇഫ് കണ്ടീഷന് വെളിയിൽ എക്സിക്യൂട്ടഡ് ലോഗൌട്ട് ടെസ്റ്റ്. ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം. ഇനി റൺ ചെയ്യുമ്പോൾ 2 ടെസ്റ്റ് കേസ് സ്കിപ്പാവും, ഒരെണ്ണം പാസ്സാവും. അപ്പോൾ സ്കിപ്പ് എന്ന സെക്ഷനിൽ കൗണ്ട് 2 ആയിരിക്കും. അത് മാത്രമല്ല, ഈ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ലോഗൌട്ട് ടെസ്റ്റ് എക്സിക്യൂട്ട് ആകുമ്പോൾ പ്രിന്റ് ആവും. പക്ഷേ ഈ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ആകില്ല, കാരണം ഇവിടെ വെച്ചായിരിക്കും എക്സെപ്ഷൻ ത്രോ ചെയ്യാൻ പോകുന്നത്. നമുക്കിനി ഈ ജാവ ക്ലാസ് റൺ ചെയ്ത് നോക്കാം. റൺ ഓൺ. നിങ്ങൾക്ക് കാണാം പാസസ് 1, ഫെയിലിയർ 0, സ്കിപ്പ് 2, ടോട്ടൽ ടെസ്റ്റ് റൺ 3. ഈ കൺസോൾ നോക്കിയാൽ ഫോർഗോട്ട് പാസ്വേഡ് ടെസ്റ്റ് എന്നുള്ളത് വന്നിട്ടുണ്ട്. അതുപോലെ ലോഗൌട്ട് ടെസ്റ്റ് എന്നുള്ളത് ഇവിടെ കൊടുത്തിരിക്കുന്നത് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു എക്സിക്യൂട്ടഡ് ലോഗൌട്ട് ടെസ്റ്റ് എന്നുള്ളത് വന്നില്ല, കാരണം ഇവിടെ നമ്മൾ സ്കിപ്പ് എക്സെപ്ഷൻ ത്രോ ചെയ്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്ത് വരാഞ്ഞത്. ലോഗിൻ ടെസ്റ്റ് എന്നുള്ളത് എനേബിൾ ട്രൂ ആക്കിയതുകൊണ്ട് അതും പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ എക്സിക്യൂഷൻ സംഭവിച്ചിരിക്കുന്നത് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്. TestNG നമ്മൾ പ്രയോറിറ്റി എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യാത്തതുകൊണ്ട് അതിന് ഫോർവേഡ് പാസ്വേഡ് ടെസ്റ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ആകുന്നത്. അതിന് ശേഷമായിരിക്കും ലോഗൌട്ട് ടെസ്റ്റും ലോഗിൻ ടെസ്റ്റും എക്സിക്യൂട്ട് ആകുന്നത്. അപ്പം ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് സ്കിപ്പായ ടെസ്റ്റ് കേസ് യെല്ലോ കളറിൽ കാണിക്കും, പാസ്സായത് ഗ്രീൻ കളറിൽ കാണിക്കും. അപ്പം എനേബിൾഡ് എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ പർട്ടിക്കുലർ ടെസ്റ്റ് കേസ് കംപ്ലീറ്റ് ആയിട്ട് ഡിസേബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ടെസ്റ്റ് കേസ് റൺ ചെയ്യില്ല. പക്ഷേ സ്കിപ്പ് എക്സെപ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടെസ്റ്റ് കേസ് നമ്മുടെ ആവശ്യാനുസരണം സ്കിപ്പ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇനി ഞാൻ ഇത് റൺ ചെയ്യാൻ വേണ്ടി ഒരു TestNG.xml ഫയലും കൂടി ക്രിയേറ്റ് ചെയ്യുവാണ്. ഞാൻ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, TestNG കൺവേർട്ട് ടു TestNG. ഞാൻ TestNG സ്കിപ്പ് എന്ന് പറഞ്ഞൊരു XML ഫയൽ ക്രിയേറ്റ് ചെയ്യുവാണ്. ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് സോഴ്സ് ഇനി നമുക്ക് ഈ XML ഫയൽ റൺ ചെയ്യാം. ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു. സ്യൂട്ടായിട്ട് റൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. റൺ ആസ് TestNG സ്യൂട്ട്. സ്യൂട്ടായിട്ട് റൺ ചെയ്തപ്പോൾ കൺസോളിൽ ഫോർഗോട്ട് പാസ്വേഡ് ടെസ്റ്റ് എന്നുള്ളത് വന്നു, ലോഗൌട്ട് ടെസ്റ്റ് എന്നുള്ളത് വന്നു, ലോഗിൻ ടെസ്റ്റ് എന്നുള്ളത് വന്നു. ഇവിടെ
എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ തന്നെയാണ്. അതുപോലെ പാസസ് 1, സ്കിപ്പ് 2. ഇനി ഞാൻ ഒരു ചേഞ്ചും കൂടി ചെയ്യുവാണ്. ഇവിടെ നിങ്ങൾ സ്യൂട്ട് ആയിട്ട് റൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം ലോഗിൻ ടെസ്റ്റ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനേബിൾ ട്രൂ ആക്കിയുണ്ട്. ഞാൻ ഫോൾസ് ആക്കുവാണ്. ഫോൾസ് ആക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഈ സ്യൂട്ട് തന്നെ റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് TestNG സ്യൂട്ട്. സ്യൂട്ടായിട്ട് റൺ ചെയ്തപ്പോൾ നമ്മൾ എനേബിളിൻ്റെ വാല്യൂ ഫോൾസ് ആക്കിയപ്പോൾ ഈ റണ്ണിങ് സ്യൂട്ടിനകത്ത് ആ ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് കേസ്, അതായത് എനേബിൾ എന്നുള്ളതിന്റെ വാല്യൂ ഫോൾസ് ആക്കി ആ ടെസ്റ്റ് കേസ് വന്നിട്ടേ ഇല്ല. അതായത് കംപ്ലീറ്റ് ആ ടെസ്റ്റ് കേസ് നമ്മൾ എനേബിൾ എന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ഫോൾസ് ആക്കാൻ ഡിസേബിൾ ആവുകയാണ് ചെയ്യുന്നത്. മറിച്ച് സ്കിപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ സ്കിപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ടെസ്റ്റ് കേസ് നെയിം സമ്മറി ലിസ്റ്റ് ചെയ്യും. അതാണ് ഡിഫറൻസ്. ഞാൻ ഇവിടെ ഈ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എടുത്ത് കളയുവാണ്. എല്ലാത്തിന്റെയും പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഞാൻ എടുത്ത് കളയുവാണ്. ഈ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റും എടുത്ത് കളഞ്ഞു. ഇനി റൺ ചെയ്യാൻ പോവാണ്. റൺ ചെയ്ത് കഴിയുമ്പോൾ ഏതൊക്കെ ടെസ്റ്റ് മെത്തേഡ്സ് ആണ് സ്യൂട്ടിലെ ലിസ്റ്റ് ചെയ്യുന്നത്, എക്സിക്യൂഷൻ ശേഷം ലിസ്റ്റ് ചെയ്യുന്നത് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. ഞാൻ ഈ XML ഫയൽ ഞാൻ ഒന്ന് റൺ ചെയ്യുവാണ്. റൺ ആസ് TestNG സ്യൂട്ട്. നിങ്ങൾക്ക് കാണാം ഇവിടെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് empty ആയിട്ട് കൺസോളിൽ വന്നു. പക്ഷേ റിസൾട്ട്സ് ഓഫ് റണ്ണിങ് സ്യൂട്ട് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം 2 ടെസ്റ്റ് ഇവിടെ സ്കിപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫോർവേഡ് പാസ്വേഡും ടെസ്റ്റും അതുപോലെ ലോഗോ ടെസ്റ്റും. ഇതാണ് എനേബിൾ എന്ന ആട്രിബ്യൂട്ടും സ്കിപ്പ് എക്സെപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ്. എനേബിളിന്റെ വാല്യൂ ഫോൾസ് ആയി കഴിഞ്ഞാൽ സ്യൂട്ടിനകത്ത് ആ മെത്തേഡിന്റെ ഡീറ്റെയിൽസ് ലിസ്റ്റ് ചെയ്യില്ല. പക്ഷെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെത്തേഡിന്റെ പേര് ഇവിടെ ലിസ്റ്റ് ചെയ്യും. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.